കഴിഞ്ഞ ആഴ്ച ദുബായിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കൗട്ടിംഗ് പ്രോഗ്രാം നടക്കുകയുണ്ടായി. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. നാട്ടിൽ നിന്നും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നല്ല ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നാട്ടിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെയൊക്കെ മുമ്പിൽ കളിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു അത്. ആ ഒരു പ്രോഗ്രാമിന് നാട്ടിൽ നിന്നും ഇവിടെ സ്കൗട്ടിങ്ങിനായിട്ട് വന്ന മിസ്റ്റർ നിമേഷ് സാറുമായിട്ട് ഞാൻ കുറച്ചു നേരം സ്കൗട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ടെക്നിക്കൽ ഹെഡ് ഓഫ് സ്കൗട്ടിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് സ്കൗട്ടിങ് ചെയ്ത എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം തന്ന കുറച്ച് ഇൻസൈറ്റ്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ട്രയൽസിനും അല്ലെങ്കിൽ സ്കൗട്ടിങ്ങിനൊക്കെ പോകുന്ന ആളാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതേപോലെ തന്നെ നിങ്ങൾ പാരൻ്റ് ആണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളൊക്കെ സ്കൗട്ടിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്ലെയറുടെ അടുത്ത് നമ്മൾ എന്താ പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ അത് പ്രധാനമായും ആ പ്ലെയറുടെ പ്രായവുമായി ബന്ധപ്പെട്ട ഏജ് കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തീരെ ചെറിയ കുട്ടികളുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടാക്റ്റിക്കൽ അവയർനെസ് അല്ല കുറച്ചും കൂടി വലിയ കുട്ടികളുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ആ പ്ലെയറിൽ നമ്മൾ നോക്കി കാണുന്ന ഗുണങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കാര്യം, ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അദ്ദേഹം 4 വെർട്ടിക്കൽസ് ഓഫ് ദി ഗെയിം എന്ന് പറയുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഫിസിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞത്. ഫിസിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ടോളായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നല്ല മസിൽസ് വേണം, അതൊന്നുമല്ല ഫിസിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. ആ പ്ലെയറുടെ എജിലിറ്റി, കോർഡിനേഷൻ, അതേപോലെ ആക്സിലറേഷൻ, ഓട്ടം, ഇതൊക്കെയാണ് ഫിസിക്കൽ എബിലിറ്റിയിൽ വരുന്നത്. അപ്പം ആ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ട്രയൽസിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ കോണുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ, കോർഡിനേഷൻ വർക്കുകൾ, എജിലിറ്റി വർക്കുകൾ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. കാരണം അത് സ്കൗട്ടിംഗ് മാനേജേഴ്സ് നന്നായിട്ട് നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ടെക്നിക്കലി നിങ്ങൾ എത്ര സൗണ്ടാണ് എന്നുള്ളത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാസിങ് അല്ലേ, പാസിംഗ് എന്ന് പറഞ്ഞാൽ പാസിങ് റിസീവ് ചെയ്യുക, പാസ് കൊടുക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ഏത് സ്കൗട്ടിംഗ് മാനേജറും നോക്കി കാണുന്ന ഒരു കാര്യമാണത്. നിങ്ങളുടെ പാസ് എത്ര ആക്യുറേറ്റ് ആണ്, എത്ര വെയിറ്റിലാണ് നിങ്ങൾ പാസ് ചെയ്യുന്നത്. പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിനുപരി ആ ബോൾ റിസീവ് ചെയ്യുന്ന ആളുടെ സൗകര്യത്തിനാണോ നിങ്ങൾ പാസ് കൊടുക്കുന്നത്. ഇപ്പോൾ റൈറ്റ് ലെഗിലേക്ക് കൊടുക്കുന്ന പാസ് റൈറ്റ് ലെഗിലേക്ക് തന്നെയാണോ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്കൗട്ടിംഗ് മാനേജർ നോക്കുന്ന കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ടെക്നിക്കൽ സ്കിൽസ് എപ്പോഴും ഒരു പ്ലെയറുടെ നിന്ന് സ്കൗട്ടിംഗ് മാനേജേഴ്സ് പ്രതീക്ഷിക്കും. ഇനി മൂന്നാമതായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമാണ് ടാക്റ്റിക്കൽ അവയർനെസ് അല്ലേ. നിങ്ങളുടെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ബോൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എവിടെയാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്, നിങ്ങളൊരു പാസിംഗ് ലൈൻ മുറിക്കുന്ന രീതിയിലാണോ നിൽക്കുന്നത് അല്ലേ, വെറുതെ നിൽക്കുകയാണോ, വെറുതെ ഇങ്ങനെ ഓഫായിട്ട് നടക്കുകയാണോ, ഇതൊക്കെ ഒരു സ്കൗട്ടിംഗ് മാനേജർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്, ഇപ്പോൾ ബോളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് നിൽക്കണ്ട. ഇവിടെ വളരെ രസകരമായ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചില പേരൻസൊക്കെ പറയും എൻ്റെ കുട്ടി ബോളുമായിട്ട് നന്നായിട്ട് കളിച്ചല്ലോ എന്നൊക്കെ പറയാറുണ്ട്, ബോളിൻ്റെ സമയത്ത് നന്നായിട്ട് ഷൂട്ട് ചെയ്തല്ലോ, കളിച്ചല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബോളില്ലാതെയും എങ്ങനെയാണ് കുട്ടി കളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടാക്റ്റിക്കൽ അവയർനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ നന്നായിട്ട് തന്നെ സ്കൗട്ടിംഗ് മാനേജേഴ്സ് നോക്കുന്ന ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചതാണ് സൈക്കോ സോഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കളിക്കാരൊക്കെ വന്നിട്ട് അവർ മിണ്ടാതെ ഇങ്ങനെ നിൽക്കും, അവർ ബോൾ ചോദിച്ച് വാങ്ങുന്നുണ്ടാവില്ല, വിളിക്കുന്നുണ്ടാവില്ല, അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ നന്നായിട്ടുണ്ടാവില്ല. ചിലപ്പം നമ്മൾ പറയാറില്ല, ഇപ്പോൾ ബോൾ വേണമെങ്കിൽ ബോൾ ഏത് കാലിലേക്കാണ് വേണ്ടതെന്ന് നമുക്ക് ആംഗ്യം കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ആ ആൾക്ക് പാസ് ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് വേണ്ട രീതിയിലേക്ക് പാസ് തരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കൗട്ടിംഗ് മാനേജേഴ്സ് എപ്പോഴും നോക്കുന്നതാണ്. ഒരു പ്ലെയറുടെ അടുത്തുനിന്ന് കമാൻഡിങ് പവർ, കളിപ്പിക്കില്ല. നമ്മൾ ചില പ്ലേയേഴ്സ് കണ്ടിട്ടില്ലേ, ഒന്ന് കളിപ്പിക്കും, മറ്റു പ്ലേയേഴ്സിനെ അവർ കളിപ്പിക്കും. എന്നാൽ മറ്റാളുകളുടെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ, അവരെ ഇൻസൾട്ട് ചെയ്ത് അവരെ തകർത്തിട്ട് അവരെ കമാൻഡ് ചെയ്യുന്നതല്ല ഇവിടെ സൂചിപ്പിച്ചത്. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, ഒപ്പം കളിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കമാൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് വളരെ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്, ഏത് പ്ലെയർക്കും വേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണത്. അപ്പോൾ അതും ഈ സ്കൗട്ടിംഗ് മാനേജേഴ്സ് നന്നായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്. നിങ്ങൾ വെറും ഒരു സെൽഫ് പെർഫോമിങ് അല്ലേ, നമ്മൾ ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഇൻഡിവിജ്വലി വ്യക്തിപരമായിട്ട് മാത്രം പെർഫോം ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. അതല്ല,
ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം, ഇൻറ്റൻഷൻ ഒക്കെ അദ്ദേഹത്തിനുണ്ടോ അല്ലെങ്കിൽ ആ പ്ലെയർക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്കൗട്ടിംഗ് മാനേജർ നോക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.